നമസ്തേ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ പ്രതിപാദിക്കുന്ന ദിനം 1201 കുംഭമാസം 15-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 27-ാം തീയതി. നാളെ ശുക്രവാരം, വെള്ളിയാഴ്ചയാകുന്നു. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:44 അസ്തമയം വൈകിട്ട് 6:31 തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. നാളെ വെള്ളിയാഴ്ച 10:30 മുതൽ 12 മണി വരെയുള്ള സമയമാണ്. 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാണ് രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. നാളെ വെളുത്തപക്ഷത്തിൽ ഏകാദശി തിഥിയാണ്. ഏകാദശി ഭഗവാൻ കൃഷ്ണനുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദിനമാണെന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ കൃഷ്ണക്ഷേത്ര ദർശനം, കൃഷ്ണക്ഷേത്രത്തിൽ അവിടെ ഭഗവാന് തുളസിമാല, പാൽപ്പായസം അല്ലെങ്കിൽ വെണ്ണ നൈവേദ്യം സമർപ്പിക്കുന്നതൊക്കെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായി ഒരു കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹാശിസ്സുകൾ ലഭിക്കാൻ പര്യാപ്തമാണെന്ന് അറിയുക. നാളത്തെ വെള്ളിയാഴ്ച സാധാരണ പശുക്കളും ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാത്ത ദിനമാണെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. നാളത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര ശുഭകാര്യങ്ങൾക്ക് അനുകൂലമായ നക്ഷത്രമാണോ? അല്ല തന്നെ. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടേവ 7 നാൾ വിതക്കിൽ വിളിയാഭൂമോ യാത്ര പോകിലവൻ വര എന്നാണ് ശാസ്ത്ര പ്രമാണം. യമൻ എന്നാൽ ഭരണി, രുദ്രൻ എന്നാൽ തിരുവാതിര, അഹി ആയില്യം, പിന്നീട് മുപ്പൂരം, പൂരം പൂരാടും പുരൂരുട്ടാതി, തൃക്കേട്ട. ഈ 7 നാളുകൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു, യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രവുമാകുന്നു. അതിനാൽ ശുഭകാര്യങ്ങൾക്കൊന്നും നാളത്തെ ദിനം നാം ശ്രമിക്കേണ്ടതില്ല. പക്ഷേ നാളെ കാലത്ത് 10:45 വരെയാണ് തിരുവാതിര നക്ഷത്രം. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ ശക്തമായ പുണർദം നക്ഷത്രമായി. പുണർദം ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാകുന്നു. ഞാൻ പറഞ്ഞു, വെളുത്തപക്ഷത്തിൽ ഏകാദശിയും പുണർദം നക്ഷത്രവുമൊക്കെ വരുന്നത് ശ്രീരാമസ്വാമിയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലും അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലും അങ്ങേയറ്റം ശുഭമായ ദിനമാണെന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. പിന്നീട് നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഒരു ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നില്ലെങ്കിലും വിദ്യദാനം ചെയ്യാൻ, വിദ്യാർപ്പണത്തിന് ഏറ്റവും നല്ല ദിനമാണ്. പ്രത്യേകിച്ച് ഹരിശ്രീ കുറിക്കാൻ തിരുവാതിരയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് ദക്ഷിണാമൂർത്തി സ്വാമി. ശിവൻ ദക്ഷിണാമൂർത്തി രൂപത്തിൽ അക്ഷരങ്ങളുടെ അനുഗ്രഹം ഒരു കുട്ടിയിൽ, ബാലനിൽ അല്ലെങ്കിൽ ബാലികയിൽ ചൊരിയുമെന്നൊരു വിശ്വാസമുണ്ട്. തിരുവാതിര ഹരിശ്രീ കുറിക്കാൻ ഏറ്റവും നല്ലൊരു നക്ഷത്രമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണമെങ്കിൽ നാളത്തെ കാലഹോര 6:45 മുതൽ 7:30 വരെയുള്ള സമയം കുരുന്നുകൾക്ക് വിദ്യ പകർന്നു കൊടുക്കണമെങ്കിൽ വളരെ അനുകൂലമാണ്. മറ്റൊരു മുഹൂർത്ത സമയം വരുന്നത് ഉച്ചയ്ക്ക് ശേഷം 1:45 മുതൽ 2:45 വരെ വരുന്ന സമയവും വളരെ അനുകൂലമാണ്. കാരണം ആ സമയത്ത് പുണർദ നക്ഷത്രം ലഭിക്കുന്നു. വിദ്യ കൊടുക്കണമെങ്കിൽ കാലത്ത്. മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും പുണർദ നക്ഷത്രം, വെളുത്തപക്ഷത്തിൽ ഏകാദശി വളരെ ഗുണമാണ്. പ്രിയമുള്ള പ്രേക്ഷകർ, പറ്റുമെങ്കിൽ നാളെ വൈകിട്ടൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് വിഷ്ണു ദർശനം നടത്തുക. ശ്രീരാമ സഹസ്രനാമം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സഹസ്രനാമം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നാളത്തെ ദിനം വളരെ അനുകൂലമാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.